ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മലക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. മലക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പച്ചക്കറി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇന്ന് വന്നിട്ട് പറഞ്ഞു, നാളെ 2 പൊതി വേണം, നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പാർട്ടിയുടേതായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഇച്ചിരി പച്ചക്കറി മീനും ഒക്കെ വാങ്ങിക്കണം, നമുക്ക് പൊതിയിൽ മീൻ വറുത്തതും തോരനും മെഴുക്കുവരട്ടൊക്കെ വേണമല്ലോ. അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കാവുപ്പുരയാണ് പോകുന്നത്. അവിടുത്തെ പാലം പണിയുന്നതിൻ്റെയാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് അവിടെ ഗേറ്റ് അടവൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ നീളമുള്ള പയറുണ്ടല്ലോ, അതിന് ഒരു പേര് പറയും, അത് ഏത് പേരാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ അച്ചിങ്ങാപ്പയറോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പയർ വാങ്ങിച്ചു, അത് മെഴുക്കുവരട്ടി വെക്കാനാണ്. അങ്ങനെ പിന്നെ ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞു. അത് ഏട്ടനും പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടി ക്യാരറ്റും വാങ്ങിച്ചു. പിന്നെ അത് മധുരക്കിഴങ്ങാണ്. ഇത് കണ്ടുകൊണ്ട് അമ്മച്ചി എനിക്ക് ഓർമ്മ വന്നു. അമ്മച്ചി ഉള്ളപ്പോൾ വാങ്ങിക്കുമായിരുന്നു അമ്മച്ചിക്കായിട്ട്. അങ്ങനെയാണ് ഇവിടെയും കഴിപ്പ് ശീലമായത്. പിന്നെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുവേ. അപ്പോൾ നമ്മൾ അത് 1 കിലോ വാങ്ങിച്ചു. പിന്നെ പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചപ്പാത്തിയും വാങ്ങിച്ചു, ഒരു അച്ചാർ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ തേങ്ങ വേണം. അതിൻ്റെ ഓപ്പോസിറ്റ് കടയിൽ തേങ്ങയുണ്ട്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ബില്ലൊക്കെ പേ ചെയ്ത് അങ്ങനെ നേരെ വണ്ടിയിൽ കൊണ്ടുവന്ന് സാധനം വെച്ചിട്ട് തേങ്ങ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരുവിധം കിട്ടും കേട്ടോ. നമ്മളല്ലാതെ പലചരക്ക് സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്നക്കടയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിമുക്കിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന ഏട്ടന് 1 കിലോ തേങ്ങ മതിയെന്ന് പറയും. നമുക്ക് തെങ്ങിൽ ആവശ്യം പോലെ തേങ്ങ നിൽപ്പുണ്ട്, പക്ഷെ പിരിക്കാൻ ആൾ വരാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഒന്ന് എന്തായാലും വാങ്ങിക്കുക, ആവശ്യത്തിനുള്ളത് വേണമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു തെരളിയോ ഒന്നും ഉണ്ടാക്കാത്തത്, തേങ്ങ വീണതില്ല, അതുകൊണ്ടായിരുന്നു. തേങ്ങ നമ്മളങ്ങനെ അധികം വാങ്ങിക്കത്തില്ല, നമ്മുടെ തേങ്ങ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് 1 കിലോ തേങ്ങയും വാങ്ങിച്ച് ഇപ്പുറത്തെ കടയിൽ കയറി നമ്മൾ ഏത്തക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 1 കിലോ. അത് വാങ്ങിച്ച് അവിടെ നിന്നപ്പോഴാണ് ട്രെയിൻ പോകുന്നത് കണ്ടത്. അത് ഞാൻ പോയ പിള്ളേരുടെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കിയത്, അപ്പോഴത്തേക്ക് അവരങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീമോനെ കണ്ടപ്പോഴത്തേക്ക് അവർ ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ട് കുറേ വട്ടം അവൻ നോക്കി ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ പോവുമായിരുന്നേ. അതൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയത്. അപ്പോഴത്തേക്ക് അവരങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ മീൻ വാങ്ങിക്കാനാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങിക്കാൻ വന്ന അയലയാണ് വാങ്ങിച്ചത്. വറക്കാൻ അതാ നല്ലതെന്നും പറഞ്ഞ് അത് വാങ്ങിച്ചു. ചൂരയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ കറി. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. അങ്ങനെ അയല വാങ്ങിച്ചു. അപ്പോൾ അവിടെ തന്നെ ഇടുന്ന അച്ചാറാണേ അത്. അപ്പോൾ അവർ പറഞ്ഞാണ്, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അച്ചാർ നമ്മൾ തന്നെ ഇടുന്നതാണ്, വൈഫ് ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ക്വാർട്ടർ അൽഫാമിന് ഓർഡർ കൊടുത്തിട്ടാണ് അപ്പുറത്തോട്ട് പോയത്. അങ്ങനെ ഇപ്പുറം വന്നിട്ട് അത് വാങ്ങിച്ചു. എനിക്ക് പിന്നെ മീൻ വലിയ ഇഷ്ടമല്ലെന്നറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ ഏട്ടൻ ക്വാർട്ടർ വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ നിൽക്കുന്ന പിള്ളേരെ ശ്രീമോനെ കളിപ്പിക്കുവാണേ. ശ്രീമോൻ അവരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കാശിയെ ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ കാശി വെളിയിലിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാശിയെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോരുവാണ്. അപ്പോൾ ഏട്ടൻ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ രാത്രിയിലാണ് കാശിക്ക് ട്യൂഷന്. ഒരു 6:45 7 മണിയൊക്കെ ആയപ്പോഴാണ് കാശി പോയത്. ഇനി എക്സാമാണ് ഇവർക്ക്, സെം എക്സാം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓണത്തിന് എക്സാം ഇല്ലായിരുന്നു. അപ്പോൾ 6 മാസം കൂടി ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എക്സാം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്യൂഷന് വിട്ടതും. വീട്ടിൽ ഇരുന്നാൽ പഠിക്കാനൊന്നും പറ്റത്തില്ല. കാശി പഠിക്കുന്ന സമയത്ത് ശ്രീമോൻ വരുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യും. അവനൊന്ന് എഴുതിയാൽ ഇവൻ 2 എഴുതാൻ പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ട്യൂഷന് വിടുന്നത് തന്നെ. ഏട്ടന് ഭയങ്കര സങ്കടമാണ്, സ്കൂളിൽ പോയി അത്രയും നേരം പഠിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് വരുന്നതുകൊണ്ടാണ് ട്യൂഷനും വിടുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശ്രീമോൻ ഇപ്പോൾ ഭയങ്കര കുരുത്തക്കിടക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസൊന്നും അധികം ഞാൻ ഇടാത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്